ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. മുടി കൊഴിച്ചിലിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കൂ. ഈ ഒരു ഫോട്ടോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3-4 മാസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്, അല്ലെങ്കിൽ എടുത്തൊരു ഫോട്ടോ ആണ്. ഈ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ മുടി ആദ്യത്തെ ഒരു സമയത്ത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ടില്ല, ഇപ്പോൾ കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കാര്യം ഉണ്ടാവും എന്തായാലും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മാറ്റങ്ങൾ വന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നന്ദി പറയുന്നത് അമ്മിണിയമ്മ ഹെയർ ഓയിലാണ്. അപ്പോൾ അമ്മിണിയമ്മ ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എന്തെങ്കിലും പെയ്ഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്ന്. പക്ഷേ ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ മറ്റൊരാൾ പറയുന്നതിലും കൂടുതൽ നമുക്ക് ഒരു അനുഭവം, അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിലാണ് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് ആർക്കെങ്കിലും മാറ്റം വരുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം എനിക്ക് നല്ലൊരു മാറ്റം വന്നുകൊണ്ടാണ് ആ ഒരു വിശ്വാസം എനിക്കുള്ളത്. അപ്പോൾ ഏകദേശം ഞാൻ ഇതുപോലെ തന്നെ ഒരു 3-4 മാസം മുമ്പ് ഈ ഒരു മുടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കഷണ്ടി ഉള്ളു കാണുന്ന രീതിയിലൊക്കെ വന്നപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞു എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വണ്ടീൻ്റെ ബാക്കിലിരിക്കുമ്പോൾ ഇങ്ങനെ തലയോട്ടി കാണുന്നു, അതുപോലെ തന്നെ വെള്ളം നനച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഉള്ളു പോയ ഒരു കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഡെസ്പായി പോകും. കാരണം ഒരു കഷണ്ടി വരുന്നു ഉള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും എനിക്കിപ്പോൾ മാറിയിട്ടുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ കാരണം അമ്മിണിയമ്മ ഹെയർ ഓയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു എൻ്റെ പഴയ മുടിയുടെ അവസ്ഥ. അപ്പോൾ ഞാനങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ പല വീഡിയോസും പല ചാനൽസും ഒക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരു വീഡിയോ എനിക്ക് സജഷനിൽ വന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അമ്മിണിയമ്മയിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ ഞാൻ അവരുടെ കുറേ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ റിസൾട്ട് നോക്കിയപ്പോൾ ഏതൊരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഏതൊരു അക്കൗണ്ടുള്ളൊരു യൂസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരാളോട് ആദ്യം തന്നെ, ഇപ്പോൾ നമുക്കറിയാലോ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് പരിചയത്തിലുള്ള, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും മാറ്റം വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരോട് ഒരു അഭിപ്രായം ചോദിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ആ ഒരു അക്കൗണ്ട് കയറിയിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, നല്ല ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഫോട്ടോയും ഒക്കെ കാണിച്ച്. അപ്പോൾ ആ ഒരു ചേട്ടനോട് ഞാൻ ഇപ്പം തന്നെ മെസ്സേജ് അയച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് ചേട്ടാ, ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട്, ചേഞ്ച് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പെയ്ഡായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അല്ല, ഇത് എനിക്കിങ്ങനെ മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഞാൻ എൻ്റെ മുടി പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഈ ഒരു നല്ലൊരു മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ അവർ പറഞ്ഞു തന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്ത്, അത്യാവശ്യം ഒരു കോൺഫിഡൻസ് വന്നു, ഈ ഒരു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ചേഞ്ച് ഉണ്ടാകുന്നു. അപ്പോൾ ആ ഏട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ ഏട്ടൻ ഫ്ലിപ്കാർട്ടിന് എന്തോ ഡെലിവറി ബോയോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അങ്ങനെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മുടി ചൂടുകാലം, അതുപോലെ തന്നെ തൊപ്പിയോ, അതുപോലെ തന്നെ ഈ ഒരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളിൽ നല്ലോണം കാണുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം എൻ്റെ മുടിയെക്കാട്ടും അപ്പുറമായിരുന്നു മൂപ്പരുടെ ആദ്യത്തെ അവസ്ഥ. അപ്പോൾ അതിൽ നിന്നും മാറ്റം വന്നിട്ട് നല്ല പുതിയൊരു മുടി വരിക, അതുപോലെ തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കൊരു നല്ലൊരു ഒരു പോസിറ്റീവായിട്ട് തോന്നി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ വേറെ റെഫറൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്, പക്ഷേ പേജിൽ ഇങ്ങനെ പല ഇതും കാണുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പലരുടെയും ഒരു റെസ്പോൺസ്, അതുപോലെ തന്നെ അവർക്ക് ഉണ്ടായ ചേഞ്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്തു. അങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്ത് ഏകദേശം ഒരു 2-3 ആഴ്ച സമയം എടുത്തപ്പോഴത്തേക്ക് തന്നെ ചുണങ്ങുണ്ടായിരുന്നു, നല്ല ഈ ഒരു ഡാൻഡ്രഫ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ മാറ്റം വന്നു. അപ്പോൾ അത് മാറ്റം വന്നപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം തോന്നി ഈ ഒരു എഫക്റ്റായിട്ടുള്ള ഒരു ഓയിലാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, പുതിയൊരു മുടികൾ വരുന്ന പോലെ എനിക്ക് ഉള്ളു പോയ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു ഭാഗത്തൊന്നും മുടിയേ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ നിന്നും മാറ്റം വന്നിട്ട് എന്ത് ചെയ്തു, ഉള്ളിൽ കുറച്ച് മുടികൾ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടി ഇതായി. അങ്ങനെ ഞാനിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 2-3 ബോട്ടിൽ യൂസ് ചെയ്ത്, അതുപോലെ തന്നെ ഞാൻ കാരണം എൻ്റെ മാറ്റം കണ്ടിട്ട് എന്ത് ചെയ്ത്, എൻ്റെ ഫ്രണ്ട്സ് ഒരു 3-4 പേര് ഈ ഒരു അമ്മിണിയമ്മ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കുറേ പേർക്ക് നല്ല റിസൾട്ടും വന്നിട്ട്. അപ്പോൾ നിങ്ങളിത് ഷുവറായിട്ടും എൻ്റെ ഒരു ഇതിൽ തന്നെ എനിക്ക് നല്ലൊരു ചേഞ്ച് വന്നുകൊണ്ട് തന്നെ എനിക്ക് പറഞ്ഞു തരാൻ നല്ല രീതിയിൽ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് വേണോ, അല്ലെങ്കിൽ നിങ്ങളും ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഓയിലൊന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടോ 1-2 ബോട്ടിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും എന്നോട് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു ഓയിൽ എങ്ങനെ യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ ഏകദേശം കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ നമുക്ക് ഈ ഒരു ഓയിൽ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്.
പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രാത്രി നമുക്ക് കിടക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ തലയോട്ടിൽ നല്ല മസാജ് ചെയ്തിടണം. നമ്മൾ കുറച്ച് ഒരു 3-4 തുള്ളി എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കിടക്കാം. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നമുക്ക് കുളിക്കുമ്പോൾ അതുപോലെ തന്നെ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ അമ്മിണിയമ്മയുടെ യൂസും അതുപോലെ തന്നെ ഉപകാരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ഒന്ന് വാങ്ങി നോക്കുക. എന്നിട്ട് ചേഞ്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോൻ്റെ താഴെ അറിയിക്കുക. ഞാൻ എൻ്റെ ഒരു ചേഞ്ച് വന്ന ഒരു വീഡിയോസും കൂടി അല്ലെങ്കിൽ ഒരു വീഡിയോയും കൂടി ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെയുണ്ട് മാറ്റങ്ങളും കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. നമ്മളെ ഈ ഒരു ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മളിന്ന് ചെയ്തത്. കാരണം എനിക്കൊരു മാറ്റം വന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്നത് പോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ കാണുന്നവരിക്കും. ഞാൻ അജയ് സിദ്ധാണ്. ബൈ ഗൈസ്, ബൈ.